ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമ്മർ ക്യാമ്പിൻ്റെ സെക്കൻഡ് ഡേയിലെ സെക്കൻഡ് സെക്ഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ചിത്ര ടീച്ചറുടെ ക്ലാസ്. ഒരു മുതൽക്കൂട്ടാകുന്നതിന് വേണ്ടി ആദരപൂർവം ശ്രീമതി ചിത്ര തമ്പി അവരുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഏറെ ആദരവോടുകൂടി നാട്യാഞ്ജലിയുടെ സ്വാഗതം അറിയിക്കുകയാണ്. ഹായ് കൂട്ടുകാരെ, ഇത്രേ ഉള്ളോ? ഇപ്പം വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഹായ് അല്ല കേട്ടത്. ഹായ് ഹായ് ഹലോ ഹായ്. ഫസ്റ്റ് സെക്ഷൻ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാം മനസ്സിലായോ? അപ്പോൾ ആ ടീച്ചർ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എല്ലാവരും എങ്ങനെ ഇരിക്കണം? ഹാപ്പി. ബി ഹാപ്പി ഓൾവേസ്. ഓൾവേസ് ബി ഹാപ്പി. നമുക്ക് ഈ സെക്ഷൻ ഏതാണെന്നറിയോ? നമ്മുടെ സെക്ഷൻ ഏതാ? രണ്ടാമത്തെ സെക്ഷനാണ്. എന്നെ അറിയോ? ആരാ? ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് അറിയില്ല, നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാം. എൻ്റെ പേര് ചിത്ര. വെളിയം സ്കൂളിൽ 4ാം ക്ലാസ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അതിനോടൊപ്പം ഇവിടെ ഡാൻസും പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റുമാണ്. എൻ്റെ മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടുള്ള ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ഒരു ക്ലാസ്സൊക്കെ എടുക്കുകയും ചെയ്യുന്നത് എനിക്കും ഇതൊരു പുതു അനുഭവമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷൻ നാട്ടറിവാണ്. എന്ത് സെക്ഷനാണ് മോനെ നമ്മുടെ സെക്ഷൻ? പേടിച്ചു വരാം, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. മറക്കോ? ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു വാമപ്പ് ആക്ടിവിറ്റി ചെയ്താലോ? വാമപ്പ് ആക്ടിവിറ്റി, ഒരു ഗെയിം, ചെറിയൊരു ഗെയിം പോലെ. ഗെയിം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു ചെറിയൊരു. ശരിക്കും ഇത് ചെയ്യുന്നത് ഫേസ് ടു ഫേസ് നിന്ന് ചെയ്യണം. പക്ഷെ നമുക്ക് അതിനുള്ള സ്പേസ് തരുമോന്ന് അറിയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ട് ടീമായിട്ട് നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് നിങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് അങ്ങനെയല്ല, ഇങ്ങോട്ട് ഇവിടെ അതെ, ഈ സൈഡിലുള്ളവർ അങ്ങോട്ട് നോക്കുക, ഇവിടെ ഉള്ളവർ ഇങ്ങോട്ട് നോക്കുക. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കി, ഇവരെ നോക്കിയില്ല, ഇവരെ നോക്കിയില്ല, നിങ്ങളെല്ലാവരും അങ്ങോട്ട് നോക്കിയില്ല. ഇതില് ഒരു ടീം ചെണ്ട, ഒരു ടീം കോല്. ആരാ ചെണ്ട? അവരാ ഫസ്റ്റ് പറഞ്ഞ, അവര് ചെണ്ടയാണ് ഫസ്റ്റ് പറഞ്ഞ ചെണ്ട. നിങ്ങള് കോല്. മനസ്സിലായോ? ചെണ്ട. ഇതേതാ? കോല്. അപ്പൊ ചെണ്ട പറയേണ്ട കാര്യം ഞാൻ പറയും, അത് നിങ്ങൾ അവരോട് പറയണം. കോല് പറയേണ്ട കാര്യങ്ങൾ ചെണ്ടയോടും പറയണം. ആദ്യം കോലാ പറയേണ്ടത്. കോൽ ടീം റെഡിയാണോ? പറയാം. ആദ്യം ഞാൻ പറയും, അതുപോലെ ഒന്ന് കേട്ട് പഠിച്ചിട്ട് പിന്നെ നമുക്ക് എനർജറ്റിക് ആയിട്ട് നല്ല ആക്ഷനോട് കൂടി പറയാം. റെഡി? ഓക്കെ. കോല് പറയുവാണ്, മിണ്ടാതിരിയട ചെണ്ടേനി. കോല് പറയാൻ മനസ്സിലായല്ലോ? അപ്പൊ കോൽ എന്താ? ചെണ്ട എന്താ പറയണ്ടത്? തല്ലാതിരിയട കോലേനി. ഒന്ന് കോല് ചോദിച്ചേ, നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാവരും. ചെണ്ട പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ.
തല്ലാതിരിയട 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 പോലെ നീ. ഇത് മോശം കേട്ടോ. വലിയ പിള്ളേർ എന്തൊരു നാണോ പിടിച്ച് നിൽക്കുക. ഷെയിം. കൊച്ചു പിള്ളേർ മിണ്ടുന്നു. അടുത്ത് മിണ്ടും തല്ലും തല്ലും മിണ്ടും. ഇനി നിങ്ങൾ മാത്രമായിട്ടൊന്ന് പറഞ്ഞേ. ആദ്യം കുന്നേന്ന് പറഞ്ഞേ. എല്ലാവരും വന്നിട്ട് എല്ലാവരും ആക്ഷൻ കാണിച്ചു പറയാം. മിണ്ടും തോറും തല്ലും ഞാൻ, തല്ലും തോറും മിണ്ടും ഞാൻ. തല്ലും മിണ്ടും തല്ലും മിണ്ടും തല്ലും മിണ്ടും തല്ലും മിണ്ടും തല്ലും. കൂട്ടറിയാവോ? ഇനി ഇരുന്നോ. കറക്റ്റാ. ഗ്രാമപ്രദേശമാണ്. എങ്ങനെയാണ് നാടാമോനെ? പുതിയ വാക്കുകളൊക്കെ കേൾക്കുന്നു. ഗ്രാമം. എങ്ങനെയാണ് നമ്മുടെ നാട്? അപ്പൊ ഗ്രാമം എന്ന് പറയുമ്പോൾ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഗ്രാമത്തിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം? കടലോ? എന്താ പോലെ ഈ ഓയിൽ എനിക്ക് കടല് കാണിച്ചു തരണേ. എന്തുണ്ട്? കനാലുണ്ട്. ഇതൊക്കെ മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. എന്തോ നട്ട്സ് ഉണ്ട്, വയലുകളുണ്ട്, വലിയ മരങ്ങളുണ്ട്, കൊച്ചു കൊച്ചു ചെടികളും പൂക്കളുമുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ എവിടെ താമസിക്കണം? ഗ്രാമത്തിൽ താമസിക്കും. എങ്കിലേ ഗ്രാമത്തിന്റെ തനത് ഭംഗി നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്താ പറയുക? ഇടുക്കി നെൽവയലുകളുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ പട്ടണത്തിൽ ഈ കാഴ്ചകൾ കാണാൻ കഴിയുമോ നമുക്ക്? പട്ടണത്തിലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പട്ടണത്തിൽ എന്തൊക്കെ കാണാം? പട്ടണമേ ഞാൻ കണ്ടിട്ടില്ല. ഔഷധ മൂല്യങ്ങളുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിയും. അപ്പൊ ഇന്ന് എന്ത് ചെയ്യണം? വീട്ടിൽ പോയി അപ്പൂപ്പനോടും അമ്മമ്മയോടൊക്കെ ചോദിച്ച് പരിസരത്ത് കാണുന്ന ചെടികളുടെ പേരുകളും അവയുടെ ഔഷധ ഗുണങ്ങളും എല്ലാം ചോദിച്ചറിയണം കേട്ടോ. അപ്പൊ ഈ തകരച്ചെടി തോരൻ കഴിച്ചിട്ടുണ്ടോ? ആ അമ്മ പറഞ്ഞു 3-4 ഇലകളുള്ള മഞ്ഞ പൂക്കളുള്ള. ഏത് പൂക്കളാ ഉള്ള പൂക്കള്? മഞ്ഞ നിറത്തിന് പൂക്കളുള്ള ചെടിയാണ് തകരച്ചെടി. അപ്പൊ ഈ തകരച്ചെടിക്ക് നമ്മുടെ ത്വക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട്. പോഷക ഗുണമാണ്. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ ക്യാരറ്റും ക്യാബേജും ബീൻസും ഒക്കെ വാങ്ങിച്ച് കറി വെക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. നമ്മളെ പരിസരത്ത് കാണുന്ന ചേന, ചേമ്പ്, ചക്ക അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇതൊക്കെ. ഞാൻ കൂട്ടായിട്ട് പറഞ്ഞു. താന തന തന താന തന തന താന തന തന തന്തിന്നോ. പഠിക്കോ? ഒത്തിരി പഠിക്കാം. താന തന തന താന തന തന താന തന തന തന്തിന്നോ. ഇതായി കവിതയുടെ വായ്ത്താരി. വരികൾ കേട്ടിട്ട് പാടാൻ പറ്റില്ലെങ്കിൽ വായ്ത്താരെങ്കിലും കൂടെ പാടാം. ഇത് തകരച്ചെടിയെ കുറിച്ചൊരു പാട്ടാണ്, ഒരു നാടൻ പാട്ട്. അപ്പൊ വായിത്താരി. താനാ തന തന താനാ തന തന താനാ തന തന തന്തിന്നോ.
പഠിക്കേ. അടുത്തിന് ഉഷാറായിട്ട് വേണം, നല്ല എനർജറ്റിക് ആയിട്ട്. ജ്യൂസും ബിസ്ക്കറ്റും കിടക്കുക. ഒരു ചാലുഴുതില്ല, ഒരു വിത്തും വിതച്ചില്ല, താനേ മുളയ്ക്കുന്നു പൊന്തകര. ഒരു ചാലുഴുതില്ല, ഒരു വിത്തും വിതച്ചില്ല, താനേ മുളയ്ക്കുന്നു പൊന്തകര. താന തന തന താന തന തന താന തന തന തന്നിന്നോ. കൂടെ പാടിയാലേ എനിക്ക് ഇഷ്ടമുള്ളൂ. കാരണം ഞാൻ വലിയ പാട്ടൊന്നും എൻ്റെ കൂടെ പാടിയാൽ നിങ്ങൾ എനിക്കൊരു എനർജറ്റിക് ആവുള്ളൂ. എല്ലാവർക്കും വേണം. നമുക്കത് എനർജറ്റിക് ആയിട്ട് പാടിയാൽ നമുക്ക് രസമായി. ഒന്നും താന തന തന താന തന തന താന തന തന തന്നിന്നോ. ഒരു ചാലുഴുതില്ല, ഒരു വിത്തും വിതച്ചില്ല, താണി മുളയ്ക്കുന്നു പൊന്തകര. ഒരു നാളൊരു വെട്ടി, 2 നാൾ 2 വെട്ടി, 3 നാൾ 3 വെട്ടി തകരുന്നുള്ളി. ഒരു നാളൊരു വെട്ടി, 2 വെട്ടി, 3 നാൾ 3 വെട്ടി തകരുന്നുള്ളി. അപ്പൊ നിങ്ങൾ വായിച്ചാൽ നന്നായിട്ട് പാണേ. താന തന താന തന തന. ക്ലാസ്സിന് ശേഷം നാടുകാണൽ എന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ തന്നെ കാവുകൾ, കുളങ്ങൾ, വയലുകൾ ഇതൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിച്ച് പരിചയപ്പെടുത്തുക. അവിടുത്തെ വിവിധതരം ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ് ഈ കാണുന്നത്. ഇനി ലാൽജി സാറും കൂടെ ചേർന്നാണ് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. തോടിലായിരുന്നു എണ്ണയൊക്കെ അപ്പൊ തന്നെയാണെങ്കിൽ ആ മരത്തിൽ തന്നെ അതിന്റെ ഹോള് ആ ഒരു അതേപോലെയുള്ള കൊത്തുകളിലും പല ജീവികളും താമസിക്കുന്ന ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പല ചെറിയ കിളികളും അവരുടെ ആവാസ കേന്ദ്രം കൂടാണത്. അപ്പൊ കാവാണിത്. കാവെന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കാവാണ്. മുൻപാലും ഇവിടെ ഇപ്പോഴും ആരാധനയൊക്കെ ഉണ്ടല്ലോ, ആരാധനയൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള സസ്യ ജന്തുജാലങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു കാവെന്ന് പറയുന്നത്. അതുപോലെ നാഗദൈവങ്ങൾക്ക് പിന്നെ ആവാസ കേന്ദ്രം കൂടാണ് കാവെന്ന് പറയുന്നത്. നാഗദൈവങ്ങൾ ഒരുപാട് ഔഷധ സസ്യങ്ങളാണ്. പിന്നെ നമ്മളെ പോലും കരുതാത്ത രീതിയിലുള്ള നിരവധി ഔഷധ സസ്യങ്ങളുടെ കലവറകളാണ് ഓരോ ഭാഗത്തുമുള്ള കാവുകൾ. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ വർധനയൊക്കെ മൂലം ഒരുപാട് ഭൂമികൾ ഈ പിന്നെ ഔഷധ സസ്യങ്ങളും മറ്റുള്ള അപൂർവ സസ്യങ്ങളും നിറഞ്ഞ് ഒരുപാട് വനഭൂമിയും അങ്ങനെയുള്ള ഭൂമികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആകപ്പാട് ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പിന്നെ ഇത് കാവുകളിലാണ്. അന്നിവിടെ ഒന്ന് കളിച്ചത് ചെറുവനങ്ങളെന്നാണ് വിശേഷിപ്പിക്കുന്ന കാവുകൾ. എന്താണ്? ഹരിത വനങ്ങളുടെ ഭാഗമായിട്ടുള്ള ചെറുവനങ്ങളാണ് ഈ കാവുകൾ. ആണോ? ഇവയെ ഓക്സിജൻ പാർലർ എന്നാണ് പറയുന്നത്. എന്താണ് പ്രത്യേകത? ഓക്സിജൻ പാർലർ. എന്തുകൊണ്ടാണ് ഓക്സിജൻ പാർലർ എന്ന് പറയുന്നത്? തോന്നുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. പാടം എന്ന് പറയല്ലേ. ഇന്നവിടെ നെൽകൃഷി ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? സമയമില്ല. സമയമില്ല. പിന്നെ നെൽകൃഷി ഇന്ന് നഷ്ടമാണ് എല്ലാവർക്കും, അല്ലേ? പാടത്ത് നെൽകൃഷി ഇറക്കി 6 മാസത്തോളം കാത്തിരുന്ന്
വിളവെടുക്കുന്ന സമയമാകുമ്പോൾ അതിനിടയ്ക്ക് മഴയൊക്കെ പ്രകൃതി ദുരന്തം പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വെള്ളം കയറി എല്ലാം നശിച്ചു പോകും. പിന്നെ അതുകൊണ്ട് ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇന്ന് നെൽകൃഷികൾ ചെയ്യാറില്ല. അതിന് പകരം ആ വയലുകളിൽ എന്താ കൃഷി ചെയ്യുന്നത്? ഇടവേള കൃഷി പോലെ ചീര കൃഷി ചെയ്യാറുണ്ട്. ചീര, മറ്റു പച്ചക്കറികൾ, വാഴ, ഇപ്പൊ ഇതൊക്കെ വയലുകൾ പോയ ഉള്ളൂ അല്ലേ? ഇപ്പൊ നമുക്ക് നോക്കാം, വയലെന്ന് പറഞ്ഞൊരു ആവാസ വ്യവസ്ഥയാണ്. ആ വയലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾ നമുക്കെല്ലാം കാണാം. ആരെയൊക്കെ കാണാം? ഉണ്ട്. പിന്നെ വേറൊരു പോത്ത് നിൽക്കുന്നുണ്ട്. പിന്നെയോ? അല്ലേ പിന്നെയോ?